ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രിവ്യൂലാണ്ട ഒരു ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് റീലിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ക്യാപ് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് VPN കണക്ട് ചെയ്യലാണ്. അതിനായിട്ട് നിങ്ങൾ VPN ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി VPN ജസ്റ്റ് കണക്ട് ചെയ്തിടാം. എന്നിട്ട് നേരെ ബാക്ക് അടിച്ച് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ യൂസ് ടെംപ്ലേറ്റ് ഇൻ ക്യാപ് കട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ക്യാപ് കട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെയുള്ളൊരു പേജിലേക്ക് വരും. ഇവിടെ യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ജസ്റ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട ഫോട്ടോസൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടിയിലായിട്ട് ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞു കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് അടിയിലായിട്ട് ടെക്സ്റ്റ് എന്ന് കാണാം. അവിടെ ടെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ കാണും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് വിത്തൗട്ട് വാട്ടർമാർക്ക് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ബാക്ക് അടിച്ച് നമുക്ക് ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഈ വീഡിയോയുടെ ഓഡിയോ ജസ്റ്റ് ഒന്ന് മ്യൂട്ടാക്കിയിട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഓഡിയോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ആഡ് ആക്കി ആ വീഡിയോയുടെ സോങ് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.